കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. നേരത്തെയുള്ള കേസ് പിൻവലിക്കാൻ വാഗ്ദാനം ചെയ്ത പണം നൽകാത്തതിലുള്ള പക കാരണമാണ് പ്രതി അദീന ആൺ സുഹൃത്തായ അൻസിലിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗ്രീഷ്മ മോഡൽ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കഷായമായിരുന്നു, ഇവിടെ നേരിട്ട് കീടനാശിനി കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കാരണം എന്താണ് എന്നതിലേക്ക് പോലീസ് എത്തി അല്ലേ? അരുൺകുമാർ, കളനാശിനി ഉള്ളിൽ ചെന്നുള്ള മരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചതോടുകൂടി പ്രതി അദീനയുടെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നതാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് സംബന്ധിച്ച് വ്യക്തത വരുത്താനുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ പോലീസ് കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നുള്ളതാണ്. അദീന നേരത്തെ അൻസിലിനെതിരെ കോതമംഗലം പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. തന്നെ ഉപദ്രവിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരുന്നത്. അതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഈ കേസ് പിൻവലിക്കണമെന്നുള്ള ആവശ്യം നിരന്തരമായിട്ട് അൻസിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ കേസ് പിൻവലിക്കാനായിട്ട് പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ പണം വാഗ്ദാനം ചെയ്തതോടുകൂടി കേസ് പിൻവലിക്കുന്നു. പക്ഷേ പിന്നീട് അൻസിൽ ഈ പണം നൽകാൻ തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് 2 മാസത്തോളം ആസൂത്രണം ചെയ്ത് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും അദീന ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകാനാണ് പദ്ധതി ഇട്ടിരുന്നത്. ഈ വീട്ടിൽ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു വരുത്തുന്നതിന് മുമ്പായിട്ട് CCTV ക്യാമറകൾ തകരാറിലാക്കുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അത് തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്തരത്തിലൊരു നീക്കം അദീന നടത്തിയെന്നുള്ളത് കൂടിയാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ അദീന റിമാൻഡിലാണുള്ളത്. വൈകാതെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കുഞ്ഞിടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തുടരും.